നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയണ്ടേ? ഇത് കാണാനൊരു ക്യാരറ്റ് പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇതിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, ക്യാരറ്റ് ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സൈസിലുള്ള 2 ക്യാരറ്റിനെ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ച് എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വരും. എന്നിട്ട് നമുക്ക് അതൊന്ന് തണുത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ മസാലക്കായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണിത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സവാളേനെ ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണിത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ സാധാരണ എല്ലാത്തിലേക്കും ഉണ്ടാക്കുന്ന ആ ഒരു ചിക്കൻ മസാല കൂട്ടല്ല ഞാനിന്ന് ഇതിലേക്ക് റെഡിയാക്കുന്നത് കേട്ടോ. ആ മസാല വെച്ചിട്ട് നമുക്കത് ചെയ്യാം, പക്ഷേ ഞാനിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ക്യാബേജും ക്യാപ്സിക്കൊക്കെ ഒരുപാട് വാടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും തന്നെ അത് റെഡി ആയിക്കോളും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ, കാരണം ഇനി നമ്മളിതിലേക്ക് സോസുകൾ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് ഉണ്ടാകും. അപ്പോൾ ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇത് കുറച്ച് അണ്ടിപ്പരിപ്പില്ലേ, അതിനതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ്. ഈ അണ്ടിപ്പരിപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനെ ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് സോസുകൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ നമ്മൾ ഈ ഡ്രാഗൺ ചിക്കനും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ടൈപ്പ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സോസൊന്നും എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാത്തിനും ഉണ്ടാക്കുന്ന ആ ഒരു ചിക്കൻ്റെ മസാലയില്ലേ, നമ്മൾ സവാളയും അതേപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നത്, അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഹോട്ട് സോസും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ മസാല അത്യാവശ്യം എരിവുണ്ടായാലേ ക്യാരറ്റ് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹോട്ട് സോസും പിന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഈ സോസുകളുടെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കനെ ഇതുപോലെ പിച്ചെടുത്തതാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മുടെ കയ്യിലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് ചിക്കൻ വേവിക്കാം. അതിനെ നല്ല പോലെ പിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മസാല നല്ല സോഫ്റ്റ് ആയിരിക്കണം, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ വലിയ ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാരറ്റ് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാല ആയിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിളായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റ് കേട്ടോ ഇത്. ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്, ആ വെള്ളത്തിൽ നിന്ന് ഡ്രൈൻ ചെയ്തെടുത്താണ്. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയാണ് നമ്മളൊരു മാവ് പോലെ ആക്കിയെടുക്കേണ്ടത്. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവില്ലേ, അതേപോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അരിപ്പൊടി നമുക്കൊരു കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പിലും കുറച്ച് കൂടുതൽ ആണ് ആവശ്യം വന്നത്. ഞാനിപ്പോൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്യാരറ്റ് വേവിക്കുമ്പോൾ ഉപ്പ് ഇടുകയാണെങ്കിൽ ഇപ്പോൾ ചേർക്കണമെന്നില്ല, ഞാൻ അപ്പോൾ ആ സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒന്നുകൂടി ഒരു ഓറഞ്ച് കളർ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു കാശ്മീരി റെഡ് ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടും, ആ ക്യാരറ്റിൻ്റെ ഒരു നല്ല കളർ നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേശ്ശെ ചേർക്കാം, എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും അരിപ്പൊടി ചേർക്കാം. അങ്ങനെ കുറേശ്ശെ നമ്മൾ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലൊരു നമ്മുടെ ഇതുപോലെയുള്ള ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതേപോലെ നല്ല സോഫ്റ്റ് ആയൊരു മാവാക്കിയിട്ട് എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആദ്യം തന്നെ ഒരുമിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പറ്റില്ല, ഓരോരുത്തരുടെയും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുത്ത് ഇതുപോലെയുണ്ട് ഒരു ഡോ ആക്കിയിട്ട് എടുക്കുക.
ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ചിക്കൻ്റെ ആ ഒരു മസാല കൂട്ടാട്ടോ. നമുക്കിനി ഇതിനെ ക്യാരറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കയ്യിലിപ്പോൾ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ നിന്ന് ചെറിയൊരു ബോൾ എടുക്കാം. എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പരത്തി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആവി കയറ്റിയിട്ടാണിത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കിത് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ആവിയിൽ വേവിക്കാനും പറ്റും, അതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാനും പറ്റും. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അത് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഹെൽത്തി ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ ആവിയിൽ വേവിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത് ആവിയിലാണ് വേവിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതും നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവിയിൽ കുക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിതിപ്പോൾ ഈ ക്യാരറ്റ് ഷേപ്പ് ആക്കി എടുക്കുന്നില്ലേ, നമ്മൾ കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഉള്ളിൽ ഇതുപോലെ മസാല വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക ചെയ്യാം. അപ്പോൾ ആവിയിൽ വേവിക്കാനാണെങ്കിൽ നമ്മൾ ഒരുപാട് കട്ടിയിൽ ഈ പൊടി എടുക്കരുത്. കട്ടി കുറച്ചിട്ട് എടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല, അത് പൊട്ടിപ്പോകുന്നില്ല. കാരണം നമ്മൾ ആവിയിലല്ലേ വേവിച്ചെടുക്കാൻ പോകുന്നത്. എന്നാൽ നമ്മൾ ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ വളരെ തിന്നായിട്ട് ഇത് ആക്കരുത്. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഇതിൻ്റെ ഈ ഒരു പൊടി എടുക്കാം. എന്നിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയിട്ട് ഉള്ളിൽ നമ്മുടെ ഈ മസാല വെച്ച് ഫില്ല് ചെയ്താൽ മതി. ഫ്രൈ ചെയ്യാനാവുമ്പോൾ കേട്ടോ, ആവിയിൽ വേവിക്കാനാവുമ്പോൾ കട്ടിയില്ലാതെ നമ്മൾ കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഉള്ളിൽ നമ്മുടെ മസാല വെച്ച് ഫില്ല് ചെയ്യാം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആവിയിലാണോ വേവിക്കുന്നത് അതോ ഫ്രൈ ചെയ്യാനാണെന്ന് ആദ്യം തീരുമാനിക്കാം. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അത് കയ്യിൽ വെച്ച് നമ്മൾ നന്നായിട്ട് ഇതുപോലെ നല്ലൊരു ക്യാരറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം. നമുക്കിനി ഇതിനെല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗിവ് എവേയുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്. ഈ ഒരു ചാനലിൽ നമ്മൾ ഇതുവരെയായിട്ട് ഒരുപാട് റൈസ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈസ് റെസിപ്പി ഏതാണെന്നാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ അത് ഏതാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതുവരെ ഒന്നും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്നും ഇഷ്ടമായിട്ടില്ല എന്ന് തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ പുതുതായിട്ട് വന്ന ആൾക്കാരുണ്ടാവും, അവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റൈസ് റെസിപ്പീസ് മാത്രമായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതേപോലെ കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ റൈസ് റെസിപ്പീസ് മാത്രമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. ഒന്നും ഇഷ്ടമായിട്ടില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് കേട്ടോ ഞാൻ സ്റ്റീം ചെയ്തത്. 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്താണ്. ഇത് കണ്ടോ, നല്ല അടിപൊളി ക്യാരറ്റ് പോലെ ഇരിക്കുന്നില്ലേ കണ്ടിട്ട്. കളറ് ഒന്നുകൂടെ ഒരു ഓറഞ്ച് കളറായി നമ്മൾ സ്റ്റീം ചെയ്തെടുത്തപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രൈ ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ മടക്കിയിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും ഒന്ന് പതുക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് നാളെ കാണാം. ഗിവ് എവേയുടെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്.